നമസ്കാരം. നമസ്കാരം. CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് ഇന്നലെ സാർ ഒരുമിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതിൽ ഊന്നൽ നൽകിക്കൊണ്ട് സാർ ഒന്ന് രണ്ട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എക്സാലോജിക്ക് CMRലുമായി നടത്തിയിരിക്കുന്ന ഈ മാസപ്പടി അഴിമതി വിവാദത്തിൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ രക്ഷിക്കുവാൻ BJPയുടെ മുതിർന്ന തലത്തിൽ നിന്നും ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് വ്യക്തമായ രീതിയിൽ കോഴ കൈപ്പറ്റിക്കൊണ്ട് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത സാറിന് കിട്ടിയ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത ചെയ്തത്. അതിൻ്റെ തലക്കെട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. അത് വലിയ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലേക്ക്, സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറി. എല്ലാ കാലത്തും സത്യങ്ങൾ വിളിച്ചു പറയപ്പെടുമ്പോൾ അത് ആദ്യം വിവാദമാകും. കാരണം മറ്റെവിടെയും ഈ വിഷയം പറഞ്ഞ് കേൾക്കാത്തത് കൊണ്ടോ കാണാത്തത് കൊണ്ടോ ഈ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ഒരുപക്ഷെ ആദ്യം അത് കേൾക്കുന്ന ജനത്തിനൊരു ആശങ്കയുണ്ടാകും. പൊതുജനത്തിൻ്റെ ആശങ്കയെ ഒരു കാരണവശാലും നമ്മൾ തള്ളിക്കളയുന്നില്ല. അർഹിക്കുന്ന പരിഗണനയോടുകൂടി തന്നെ അത്തരം എല്ലാ കമൻറ്റുകളും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എക്കാലത്തും. ഇതുപോലെ തന്നെയായിരുന്നു സാർ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ചില വാർത്തകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ, സൂര്യനെല്ലി പീഡന കേസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു കൊണ്ടുവരുമ്പോഴെല്ലാം സമൂഹം ഇതാദ്യം കേൾക്കുമ്പോൾ അവരും അക്ഷരാർത്ഥത്തിൽ പകച്ചു പോയിട്ടുണ്ട്. ഇത് സത്യമാണോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണ് ജനം ധരിച്ചിരുന്നത്. പിന്നീട് കാലം അതെല്ലാം ശരിയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു നന്ദകുമാർ എന്ന പത്രപ്രവർത്തകൻ്റെ, സീനിയർ മാധ്യമ പ്രവർത്തകൻ്റെ ആ വിഷയത്തിലുള്ള അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത ജനം തിരിച്ചറിഞ്ഞത്. ഇത് തന്നെയാണ് ഇപ്പോൾ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഈ ഇടപാടിൽ സാറ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില വസ്തുതകൾ. ഈ വസ്തുതകളുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ ക്രൈം ഓൺലൈൻ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ പുറത്തുവിട്ട ഒരു വാർത്തയെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ പലതും പുറത്തിറങ്ങിയത്. അതിൽ പ്രമുഖ ദിനപത്രമായ മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളൊരാൾ. അതായത് CMR എക്സാലോജിക്ക് കേസിൽ കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളൊരാൾ. ഇത് തന്നെയാണ് ഇന്നലെ TP നന്ദകുമാർ സാർ പറഞ്ഞത്. വീണ വിജയനെ ഈ കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അവതാരമുണ്ടായിരിക്കുന്നു. ആ അവതാരം ശതകോടികൾ കൈപ്പറ്റിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു ലാവ്ലിൻ കേസ് പോലെ നീണ്ടുപോകാനോ തേച്ചുമാച്ചു പോകാനോ ഒരുപക്ഷെ സാധ്യതയുണ്ടെന്ന് കൂടി നന്ദകുമാർ സാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. സാർ, ഇന്നലെ പറഞ്ഞ സാർ പുറത്തുവിട്ട ആ വിവരം ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പറയുമ്പോൾ അത് സത്യമാണ് എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ സാർ ഈ ന്യൂസ് പുറത്തുവിടുമ്പോൾ സാറിന് കിട്ടിയ ആ രേഖകൾ ഒരുപക്ഷെ അവർക്ക് വൈകിയാണെങ്കിലും കിട്ടിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് അവർ വെണ്ടയ്ക്കാക്ഷരത്തിൽ ആ ന്യൂസുകളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത്. നല്ല കാര്യം, സത്യം തുറന്നു പറയാൻ എല്ലാവരും സന്മനസ് കാണിക്കട്ടെ, ധൈര്യം കാണിക്കട്ടെ. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ ശിവശങ്കരനെ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ ബലിയാടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും രക്ഷപ്പെട്ടതുപോലെ CMRL മാസപ്പടി കേസിൽ ഒരു ബലിയാടനെ കണ്ടെത്തി ഈ കേസിൽ നിന്ന് വീണ വിജയനെ തലയൂരിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാർത്ത ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവരുന്നു, മൂന്നാമത്തെ ഒരാളാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കുറ്റവാളി എന്നുള്ള രൂപത്തിലാണ്. ചിരിക്കാനല്ലാതെ നമുക്ക് കഴിയില്ല. കൃത്യമായിട്ട് ഇതിലൊരു അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. BJPയിലെ ഒരു MLA ആണ് ഇതിനകത്ത് ഇടപെട്ടതെന്നും പിണറായി വിജയനിൽ നിന്നും നേരത്തെ കോടികൾ ഷെയർ കൈപ്പറ്റി വിദേശത്ത് പോയി യൂസഫ് അലിയുമായിട്ട് ഇവിടെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് യൂസഫ് അലിയുടെ കമ്പനിയിൽ വലിയ നിക്ഷേപമുണ്ടെന്നും ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾ, ഒരു MLA ഉണ്ട്. എന്തായാലും ആ MLA ഒരിക്കലും നമ്മുടെ ഷോൺ ജോർജിൻ്റെ ഫൈറ്റിൽ ഗുണകരമായി നിൽക്കുന്ന ഒരാളല്ല, അത് അട്ടിമറിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഷോൺ ജോർജ് നടത്തുന്ന ഫൈറ്റ് തീർത്തും 100% സത്യസന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായ ഫൈറ്റ് കൊണ്ടാണ് ഈ കേസ് ചർച്ച ചെയ്യാൻ പേരെങ്കിലും ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. എന്നോട് ഷോൺ ജോർജ് പറഞ്ഞ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ പിണറായി വിജയനും മകനും ഒക്കെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എന്നോട് അന്ന് പറഞ്ഞെങ്കിലും ഞാൻ അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു, ഞാൻ ലാവ്ലിൻ കേസ് നടത്തിയുള്ള പരിചയം വെച്ച് പറയുകയാണ്, എൻ്റെ ഷോൺ ജോർജ് ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യില്ല, ഇത് പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകും. കേന്ദ്ര ഗവൺമെൻറ് ഇത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ എന്നോ അറസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളത്.
ലാവ്ലിൻ കേസിൽ ഇപ്പോൾ 8 കൊല്ലമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. 9 കൊല്ലമായി നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകാനാണോ വലിയ ബുദ്ധിമുട്ട്? അതായത് 3600 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 3600 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞില്ല. അത്രയേറെ നീട്ടിക്കൊണ്ട് അവർ കഴിഞ്ഞു. അപ്പോൾ അത്രയും പിണറായി വിജയന് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ കാരണം അത്ര ശക്തമായി നിൽക്കുന്നതിന് കാരണം എന്താണ്? പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങി അവരെ റെക്കോർഡ് പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയനെ പ്രതിയാക്കുകയാണെങ്കിൽ, മകളെ പ്രതിയാക്കുകയാണെങ്കിൽ പിണറായി വിജയൻ അവരെയും പ്രതിയാക്കും. അപ്പോൾ ആ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അവരെയും പ്രതിയാക്കാതിരിക്കാൻ പറ്റില്ല. കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ വിവരങ്ങൾ കൃത്യമായി അദ്ദേഹം കുടുങ്ങുമ്പോൾ മറ്റുള്ളവരെയും വരുമ്പോൾ അത് പുറത്തു വരും എന്നുള്ളതിലാണ് അവരിടപെട്ട് ഇതിനകത്ത് ഇപ്പോൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി നീങ്ങുന്നത്. ഇത് കൃത്യമായി എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻഫോഴ്സ്മെൻറ്റിലാണെങ്കിലും അതേപോലെ CBIയിലാണെങ്കിലും അതേപോലെ NIAയിലാണെങ്കിലും അത്യാവശ്യം ബന്ധങ്ങളുള്ള ഒരാളാണല്ലോ ഞാൻ. കാരണം ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ CBI അന്വേഷണം കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ നിന്ന് തെളിവുകൾ കൊടുത്ത് പിണറായി വിജയനെ പ്രതിയാക്കിയിട്ടുള്ള ആളാണ്. ഇവിടെ പിണറായി വിജയനെ പ്രതിയാക്കാൻ ഇന്നേ വരെ ഷോൺ ജോർജിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അന്നു മുതൽ ഇന്ന് വരെ പറയുന്നുണ്ട്, ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനാണ് പ്രതിയെന്ന്. അപ്പം ഇതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എനിക്ക് കിട്ടുന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു MLA അതിനകത്തുണ്ട്. അദ്ദേഹം നേരത്തെ MLA ആയിരുന്നില്ല, കേന്ദ്രമന്ത്രിക്കായിരുന്നു. അദ്ദേഹം കേന്ദ്രത്തിലടക്കം പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി പിണറായി വിജയന് ഡീലുണ്ട്. ഇവരാരെങ്കിലും പിണറായി വിജയനെ പറ്റി BJPക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കൊരു പ്രസ്താവന ഇറക്കുന്നതല്ലാതെ, ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്യുന്നതല്ലാതെ, ശോഭാ സുരേന്ദ്രൻ ഫൈറ്റ് ചെയ്യുന്നതല്ലാതെ വേറെ എത്ര BJP നേതാക്കന്മാരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഇവർ സമരം നടത്താത്തത്? ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്തിട്ടും കേരളത്തിൽ പിണറായി വിജയനെതിരെ ശബ്ദിക്കാതിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആര്? BJP. സാർ ഒന്ന് ഇടപെട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ ഈ മാസപ്പടി കേസ് മാത്രമല്ല, പിണറായി വിജയൻ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ആവേശം അല്ലാതെ പിന്നീടുള്ള സന്ദർഭങ്ങളിലൊന്നും തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് ആ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉണ്ടാക്കാനോ അല്ല അത് തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ പ്രക്ഷോഭങ്ങളോ പ്രതിരോധങ്ങളോ തീർക്കാൻ പിന്നീട് BJPയെ കണ്ടില്ല എന്നുള്ളതും വലിയൊരു എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടായി പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്ന് പറഞ്ഞ ആരാണ്? K. സുരേന്ദ്രനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഭാര്യയും മകനും മകളും എല്ലാം അകത്താവും. തെളിവുകളുണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്. ഡോളർ കടത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അധികം തെളിവുകൾ പറഞ്ഞിട്ടുള്ള ആൾ K. സുരേന്ദ്രനാണ്. ഇത് തന്നെയാണ് കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ അമിത്ഷായും അതേപോലെ പ്രധാനമന്ത്രിയും വന്നിവിടെ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നടത്തിയത്. എന്ത് മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാത്തത്? ഇത് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ന് ഉയരുന്ന ചർച്ചയും. BJP ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. കാരണം BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലൊരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ടെന്ന്. ഇത് തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും എന്ന് പറയുന്നു. ആരാണോ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അനധികൃതമായ നടപടികൾ നടന്നിട്ടുണ്ടെങ്കിൽ, കള്ളക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് അത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കേരളത്തിൽ വന്നുകൊണ്ട് പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളത് കേരളത്തിലെ BJPക്കാരെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയായി മാറി. കസ്റ്റംസ് ഹൈക്കോടതി കൊടുത്ത രേഖ പ്രകാരം സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ വിദേശത്തും ഇവിടെയും ബന്ധമുള്ള ഒരു പ്രവാസി മലയാളിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ബിസിനസ്സുകാരൻ. അതേപോലെ തന്നെ അതിൽ പിണറായി വിജയൻ്റെ മകനും മകളും അതേപോലെ ചില കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ ശ്രീരാമകൃഷ്ണൻ ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട് കസ്റ്റംസ് ഹൈക്കോടതി കൊടുത്ത രേഖ പ്രകാരം. ഇതിൽ ഇവരുടെ അറിവോടുകൂടി ഇവരും കൂടിയുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്താ? 33 തവണ
നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കളക്കട നടത്തേണ്ട ബിരിയാണി ചെമ്പായിട്ട് ബിരിയാണിയല്ല കൊണ്ടുവന്നത്, ഇതാണ്. അപ്പം അതേപോലെ ഈന്തപ്പഴം കൊണ്ടുവന്നത് എന്താണ്? ഈന്തപ്പഴത്തിൽ കുരു സ്വർണ്ണമാണ്. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ കടത്തുന്നതിൽ പോലും അങ്ങനെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഖുർആന്റെ ചട്ട സ്വർണ്ണമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കെ.ടി. ജലീലിന്റെ പേരിലാണ് ആരോപണം വന്നിട്ട് അദ്ദേഹമാണ് എല്ലാവരും എത്തിച്ചു കൊടുത്തത്. അപ്പൊ ഈ വിധത്തിൽ നയതന്ത്ര ബാഗേജിലൂടെ നടത്തിയത് ഇക്കാര്യത്തിൽ അവിടെയും ഇവിടെയും ബന്ധമുള്ള ഒരാളായിട്ടും അത് രാജ്യദ്രോഹ കുറ്റമായിട്ടും പിണറായി വിജയനെ തൂക്കിയെടുത്ത് രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ കരിമണലിന്റെ കാര്യത്തിൽ നമ്മുടെ ഷോൺ ജോർജ് പറയുന്നത് എന്താണ്? തോറിയം അടക്കമുള്ള മൂലകങ്ങൾ ഇവിടെ നിന്ന് വിദേശത്തുള്ള തീവ്രവാദ ഗ്രൂപ്പിന് കച്ചവടം ചെയ്തിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ആരോപണമല്ല. അപ്പം ഇവിടെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്? എന്തുകൊണ്ടാണ് വീണ വിജയനെ അല്ലാതെ മൂന്നാമതൊരാൾ വരുന്നത്? നമ്മുടെ മുന്നിൽ രേഖയിൽ ആരാണുള്ളത് കേസിൽ അവരാണ് പ്രതി. രേഖയിലില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ പിന്നെ ഇവരെ പ്രതിയാക്കിയിട്ടാണ് ബാക്കി ഇവരെ കൊണ്ടുവരിക. ഇവിടെ നമ്മുടെ മുന്നിലുള്ള 2 പ്രതികളാണ് ആകെയുള്ളത്. ഒന്ന് വീണ വിജയൻ 2.78 കോടി രൂപ സർവീസ് ഒന്നും കൊടുക്കാതെ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസിൽ കൈപ്പറ്റിയെന്ന രേഖയാണ്. പിണറായി വിജയന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യപ്രകാരവും ഭീഷണി പ്രകാരവും അദ്ദേഹത്തിന്റെ അഴിമതി പ്രകാരവുമാണ് വീണ വിജയന്റെ ഇതിലെ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പൈസ വന്നത്. വീണ വിജയൻ എൻ്റെ പ്രതിയായി ആക്കാതിരിക്കാൻ പറ്റുമോ? പിണറായി വിജയനെ പ്രതിയാക്കാൻ പറ്റാതിരിക്കാൻ പറ്റുമോ? ഇവർ 2 പേര് റെക്കോർഡുള്ള ആളാണ്. റെക്കോർഡ് ഇല്ലാത്ത മൂന്നാമതൊരാളുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കിയ ശേഷമാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഒരു പുതിയ സ്റ്റോറി ജനറേറ്റ് ചെയ്യാണ്, ആളെ പറ്റിക്കുകയാണ്. എന്നിട്ട് അത് ചില ചാനലുകളൊക്കെ വിളമ്പുകയാണ് വേറെ ആളാണെന്ന് പറഞ്ഞിട്ട്. അത് എത്ര സാമർത്ഥ്യത്തോടു കൂടിയാണ് ചില സോഷ്യൽ മീഡിയയിലെ മുൻനിര ചാനൽ പോലും ഇവരെ എല്ലാം പ്രതി എന്ന് പറഞ്ഞിട്ട് അതാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓരോ തന്ത്രങ്ങൾക്കും മുന്നിൽ നമ്മൾ വഴിപ്പെടുകയാണ്. ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ ബ്ലാക്ക് മെയിലറാണ്, മഞ്ഞ പത്രക്കാരനാണ്, അശ്ലീല പത്രക്കാരനാണ്, തട്ടിപ്പുകാരനാണെന്ന്. അതാണോ അതിന് മറുപടി പറയുക? അതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്ന രേഖ സത്യമാണോ അല്ലയോ? 100 കോടി രൂപയ്ക്ക് ഈ ബാലാനന്ദൻ സമർപ്പിച്ച ചെങ്കുളം പള്ളിവാസൽ പന്നിയാർ പദ്ധതികളുടെ നവീകരണവും പുനരുദ്ധാരണത്തിന് വേണ്ടി ബെൽ എന്ന് പറയുന്ന കമ്പനി ചെയ്യാൻ തയ്യാറായിരുന്നോ? അങ്ങനെ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തിരുന്നോ? അത് മസ്കറ്റ് ഹോട്ടൽ വലിയ ചടങ്ങിൽ ഈ ബാലാനന്ദൻ അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാർക്ക് വിദ്യുത് ശക്തി മന്ത്രി പിണറായി വിജയൻ മുഖാന്തരം അന്ന് അധ്യക്ഷനായിക്കൊണ്ട് കൊടുത്തിരുന്നോ? ആ റിപ്പോർട്ട് പ്രകാരം 100 കോടി രൂപയ്ക്ക് ബെൽ ഇത് ചെയ്യാൻ അവരെല്ലാ സാധനവും സപ്ലൈ ചെയ്ത് പുനരുദ്ധാരണവും നവീകരണവും നടത്തി അവർ തന്നെ ലോൺ ശരിയാക്കി കുറഞ്ഞ പലിശയ്ക്ക് 2% പലിശയ്ക്ക് റെഡിയാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിണറായി വിജയൻ ഒപ്പിട്ടത് ആർക്കാണ്? 278 കോടി രൂപയ്ക്ക് അതേ സംഭവത്തിന് ഒരു കമ്പനി പോലുമല്ലാത്ത, ഫാക്ടറി പോലുമല്ലാത്ത, ഒരു ഇന്റർനാഷണൽ ടെൻഡർ വിളിക്കാതെ, കേരള ഗവൺമെന്റിന്റെയോ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെയോ ഫുൾ കോറം മീറ്റിംഗ് കൂടി അംഗീകാരമില്ലാതെ, കേന്ദ്ര പവർ അതോറിറ്റിന്റെ അംഗീകാരമില്ലാതെ അദ്ദേഹം എഗ്രിമെന്റിൽ ഒപ്പിട്ടു. എന്നിട്ട് അതിൽ 178 കോടി രൂപയാണ് അപ്പം തന്നെ കിട്ടുന്നത്. സപ്ലൈ ചെയ്ത സാധനങ്ങൾ എല്ലാം തന്നെ വളരെ മോശം. അതാണ് പെൻ സ്റ്റോക്ക് പൈപ്പുകളടക്കം പിന്നീട് പൊട്ടിയത്. അപ്പോൾ ഇത്ര ആവശ്യമില്ലാത്ത ഒരാൾക്ക് ആവശ്യമില്ല സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതിൽ നിന്നാണ് ഞാൻ ആ വാർത്ത ചെയ്യാൻ വേണ്ടി മല കയറി ഇടുക്കിയിൽ പോയി കണ്ടെത്തി തുടർന്ന് അതിൻ്റെ വാർത്തകൾ കണ്ട് അതിൻ്റെ നിജസ്ഥിതി കൊണ്ടുവന്നത്. എന്നിട്ട് എന്തായി? ആ ലാവ്ലിൻ കേസ് അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നിട്ട് പോലും ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവന്നുകൊണ്ട് പിണറായി വിജയനെ പ്രതിയാക്കാൻ പറ്റി CBI എൻക്വയറി. കാരണം രേഖകളൊക്കെ കോടതിയിൽ എത്തിക്കാൻ അന്നത്തെ DYSP സേതുരാമയ്യരെ പോലെ ശക്തനായ ഒരു കഥാപാത്രമായിരുന്നു DYSP അശോകുമാർ. അദ്ദേഹം കണ്ടെത്തിയ രേഖകൾ കോടതിയിൽ എത്തിച്ചപ്പം പിണറായി വിജയനെ പ്രതിയാക്കേണ്ടി വന്നു. അത്രയും ശക്തവും വ്യക്തമായ രേഖയായിരുന്നു. അതിനുശേഷം എന്താ പറഞ്ഞത്? പിണറായി വിജയൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നാടകങ്ങളുണ്ടായി, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ നാടകങ്ങളുണ്ടായി, അദ്ദേഹം കേസ് അട്ടിമറിച്ചത് ഏതൊക്കെ തരത്തിലാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുന്നത് 9 വർഷമായി. എന്താണ് BJP ഗവൺമെൻറ് ഇത്രയും എതിരാളികളായ ഒരാളായിട്ടും അത്തരം കാര്യങ്ങൾ പോകാത്തത്? ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്, വളരെ ക്ലീനായ അഡ്ജസ്റ്റ്മെൻറ്റ്. അന്നത്തെ ഇവിടുത്തെ BJP പ്രസിഡൻ്റായിരുന്ന V. മുരളീധരനുമായിട്ടും തുടർന്നുള്ള പ്രസിഡൻ്റായ K. സുരേന്ദ്രനായിട്ടും ഞാൻ ഈ കാര്യം സംസാരിച്ചതാണ്.
എന്നാൽ അവർ പിന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. കാരണം ഇവരും കൂടി അതിൻ്റെ അകത്ത് പങ്കാളികളായി എന്ന് ഞാൻ പിന്നീട് മനസ്സിലായി. ഇവരും കൂടെ പങ്കാളികളായി, ഇവർ വിദേശത്ത് സ്ഥിരമായി പോകുന്നുണ്ടെന്നും അവിടെ യൂസഫ് അലിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു, പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റിൽ ഏർപ്പാടുണ്ടായിരുന്നു എന്ന് BJP നേതാക്കന്മാർ തന്നെയാണ് പ്രചരണം നടത്തുന്നത്, ഞാനല്ല. അപ്പോൾ ഈ സംഭവത്തിൽ അതേപോലെ ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട് പിണറായി വിജയൻ്റെ ഭരണം കഴിഞ്ഞു, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡൽഹിയിലൊക്കെ ഇത്രയും കാലം കേന്ദ്ര ഗവൺമെൻറ്, അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും പിണറായി വിജയൻ അംഗീകരിച്ചിരുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വീണു. കേരളത്തിലെ BJP വളരണമെങ്കിൽ CPM തകരണമെങ്കിൽ അവർക്കെതിരെ കൃത്യമായി തെളിവുകൾ പുറത്തു വരണം. ഫൈറ്റ് ചെയ്യുന്നത് ഷോൺ ജോർജാണ്, PC ജോർജിന്റെ മകൻ. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായി തെളിവുകൾ സഹിതം പോരാട്ടം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ED 10, 17, 20 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും എവിടെയും എത്താതെ പോകുന്നത്? അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം 29 വരാൻ പറഞ്ഞിട്ട് ആരും അറിയാതെ അവരെ ED ഓഫീസിൽ എത്തിക്കുന്നു. 10 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം അവരെ വിടുന്നു. ഏത് തരത്തിലാണ് തെളിവുകൾ നമ്മളെ മുന്നിലുള്ള? ഷോൺ ജോർജ് പറയുമ്പോൾ 2.78 കോടി രൂപയുടെ ആളെന്നത് പിണറായി വിജയനാണ്. പ്ലസ് അദ്ദേഹം 5000 കോടി രൂപയിൽ മേലെ അദ്ദേഹം പലതവണയായിട്ട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എത്തിച്ച് കച്ചവടം ചെയ്തിട്ടുണ്ട്. കച്ചവടം ചെയ്യാണ് പിണറായി വിജയൻ, ബ്ലാക്ക് മെയിൽ ചെയ്ത്. അങ്ങനെ കിട്ടുന്ന പൈസ വിദേശത്ത് എത്തിക്കുന്നു, അതിനുള്ള പല മാർഗങ്ങളിലൂടെ എത്തിക്കുന്നു. ഇതാണ് ഷോൺ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും പറയുന്നത്. സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവരെ കള്ളക്കേസിൽ കുടുക്കി, അവരെ പ്രതിയാക്കി, ഇരയാവേണ്ട അവരെ പ്രതിയാക്കി, അവരെ മാപ്പുസാക്ഷിയാക്കുന്നതിന് പകരം അവരെ പ്രതിയാക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കളിക്കുന്നത്. പിണറായി വിജയനും കേരളത്തിലെ BJP നേതാക്കന്മാരും കേന്ദ്രത്തിലെ BJP നേതാക്കന്മാരും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ, കച്ചവടം, അതിൽ പിണറായി വിജയനോടൊപ്പം അവരും കുടുങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ CPM പാർട്ടിയെ എങ്ങനെയാണ് കുടുക്കിയത്? പാർട്ടിക്ക് ലാവ്ലിൻ കേസിൽ 8 കോടി രൂപ കൊടുത്ത് അവിടുന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് AKG സെന്ററിന് മുന്നിൽ മണിമന്ദിരങ്ങൾ, ഫ്ലാറ്റുകൾ നിർമ്മിച്ചു ശീതളീകരിച്ച. ഡൽഹിയിൽ അതേപോലെ പാർട്ടിക്ക് പൈസ കൊടുത്ത് അവരെയും കുടുക്കി. പാർട്ടി പിന്നെ പിണറായി വിജയൻ പറയുമ്പോഴേ കേൾക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ BJP നേതാക്കന്മാർ തന്നെ ഒരു MLA അതിലിടപെട്ട് ഇതിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യം 100% സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്നത്തെ വാർത്തകളിലൂടെ. കൃത്യമായി ഈ എൻഫോഴ്സ്മെന്റ് കൊടുത്ത സ്ട്രാറ്റജിയാണെന്ന് പത്രവാർത്തയിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് ചിന്തിച്ചിട്ട് തിരിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യം പോലും ആരും ചെയ്യുന്നില്ല. അവർ പറയുന്ന അത് വിഴുങ്ങി ഛർദ്ദിക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളും സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ശക്തരെന്ന് പറയുന്ന ആളുകളും അതേപോലെ ചാനലുകളും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെ രക്ഷിക്കുന്നതിനുള്ള ചില കളികളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ലാവ്ലിൻ കേസ് പോലെ സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും പറഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലൊരു തീരുമാനമാകായതുപോലെ ഈ മാസപ്പടി കേസിൽ വീണാ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും ഇപ്പോൾ രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക? അല്ല, അത് 100% പിണറായി വിജയനെയും മകളെയും രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. ആ മെനയുന്നതിൽ ഷോൺ ജോർജിന് പങ്കില്ല, ശോഭാ സുരേന്ദ്രന് പങ്കില്ല, അതേപോലെ രാജീവ് ചന്ദ്രശേഖരന് പങ്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന് CPM നേതാക്കന്മാരെ നല്ല ബന്ധമുണ്ട്. EP ജയരാജനുമായി ഡീലുണ്ട്. കണ്ണൂരിൽ ഒരു റിസോർട്ട് വാങ്ങിയത് അദ്ദേഹമാണ്, വൈദേഹം റിസോർട്ട്. അങ്ങനെ ബന്ധങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP ജയരാജനാണ് ആദ്യമായിട്ട് പിണറായി വിജയൻ അമേരിക്കയിൽ പോയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ചാർജ് ഉണ്ടായിരുന്ന അദ്ദേഹമാണ് കരിമണൽ കർത്തയിൽ നിന്ന് 25 കോടി രൂപ ആദ്യം വാങ്ങിയത്. പിന്നീട് പിണറായി വിജയൻ ഇനി വരില്ല, ഞാനായിരിക്കും മുഖ്യമന്ത്രി എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പിണറായി വിജയൻ മടങ്ങുന്നത്. അപ്പോൾ കർത്ത അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. EP ജയരാജൻ 25 കോടി വാങ്ങിയ കാര്യം മനസ്സിലാക്കുന്നു. പിന്നീട് അതിൻ്റെ പേരിലാണ് EP ജയരാജനെ പിണറായി വിജയൻ വെട്ടിമാറ്റിയത്. ഇങ്ങനെ അദ്ദേഹം അറിയാതെ പൈസ മേടിച്ചു എന്നുള്ളതിൽ അദ്ദേഹം മുഖ്യമന്ത്രി ഇനി വരില്ല എന്നുള്ള ധാരണ ഉണ്ടാക്കിയല്ലേ. പിന്നീട് അദ്ദേഹത്തെ വ്യവസായ മന്ത്രി സ്ഥാനം തെറിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന് MLA സ്ഥാനം പോലും കൊടുത്തില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം കട്ടപ്പൊക്കെയാണ്. അതാണ്. അപ്പൊ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ആര് എതിരാളിയെ വരുന്നു തോന്നുന്നോ, അദ്ദേഹത്തിനെ കവർ ചെയ്യാൻ ആര് വരുന്നോ, ശൈല ടീച്ചറെ എല്ലാവരും വെട്ടിമാറ്റും. അതിനുള്ള ബന്ധങ്ങൾ ഡൽഹിയിൽ പിണറായി വിജയനുണ്ട്, ഈ എൻഫോഴ്സ്മെന്റിൽ ബന്ധങ്ങളുണ്ട്, അന്വേഷണ ഏജൻസിയിൽ ആളുകളുണ്ട്, ഇതിനൊക്കെ കൈക്കൂലി കൈപ്പറ്റുന്ന എല്ലാ സ്ഥലത്തും ആളുകളുണ്ട്. പിണറായി വിജയൻ്റെ അടുത്ത് 10,000 കോടി രൂപ ഉണ്ട്. എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ അനധികൃത സമ്പാദ്യത്തിന്റെ രേഖകൾ കടത്തിക്കൊണ്ട് പോയത്. അതിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മളിവിടെ കൃത്യമായി പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ആണെങ്കിലും
മുകളിൽ നിന്ന് പറയുന്ന പ്രകാരം അവരിപ്പം പ്രവർത്തിക്കുകയാണ്, പുതിയൊരു കഥ ഉണ്ടാക്കുകയാണ്. അതിൽ കഥ കേട്ടിട്ട് വിശ്വസിക്കാൻ ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ശക്തർ പോലും മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ മാത്രമാണ് നമുക്ക് തോന്നുന്നത്. കൃത്യമായി ഇത് അട്ടിമറിക്കാൻ പോകുന്നു എന്ന് ഷോൺ ജോർജിനെ കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇത് ഷോൺ ജോർജ് ചിന്തിക്കുന്ന മാതിരിയല്ല പോകുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് വളരെ ശക്തമായ രൂപത്തിൽ BJPയിലെ സാധാരണ പ്രവർത്തകർക്കൊന്നും ഇത് അറിയില്ല. അവർ ഇത്രയും കാലം വിഡ്ഢികളാക്കപ്പെടുകയായിരുന്നു. ചില നേതാക്കന്മാർ കച്ചവടം ചെയ്യുകയായിരുന്നു. ഇത്രയും കാലം പിണറായി വിജയനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിൽ ഇവിടെ നിലനിർത്തിയ ഈ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്. പുതിയൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുമ്പോൾ യഥാർത്ഥ പ്രതിയായിട്ടുള്ള രേഖയിലുള്ള ആളെ തൊടാത്തത് എന്തെന്നുള്ള ചോദ്യത്തിന് എൻഫോഴ്സ്മെന്റ് മറുപടി പറയണ്ടേ?